കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട. എല്ലാവിധ സ്പോർട്സ് ഇഞ്ചുറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട്. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഇടതുമുന്നണിക്ക് സ്ഥാനാർത്ഥികളെ കിട്ടാനില്ലാത്ത അവസ്ഥയാണെന്ന് പി.കെ. കുഞ്ഞാലിക്കുട്ടി. മലപ്പുറം കളക്ടറേറ്റിൽ നോമിനേഷൻ നൽകിയ ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു കുഞ്ഞാലിക്കുട്ടി. മന്ത്രി വി. അബ്ദുറഹ്മാൻ മണ്ഡലം മാറിയത് താനൂരിൽ തോൽവി പ്രഖ്യാപിച്ചതുപോലെയാണ്. സ്വന്തം പാർട്ടിയിൽ നിന്നും പോലും മത്സരിക്കാൻ ആളെ കിട്ടാനില്ലാത്ത അവസ്ഥയിലാണ് CPM. CPIM BJP ഡീൽ സംസ്ഥാനത്തുണ്ടെന്ന പ്രതിപക്ഷ നേതാവിന്റെ പ്രസ്താവന ഉത്തരവാദിത്തത്തോടെയുള്ളതാണെന്നും അദ്ദേഹം പറഞ്ഞു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 1:30 വരണാധികാരിയായ മലപ്പുറം ജില്ലാ ലേബർ ഓഫീസർ മുൻപാകെയാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടി പത്രിക നൽകിയത്. രാവിലെ പിതാവിന്റെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയ ശേഷം ജ്യേഷ്ഠ സഹോദരൻ P.K. ഹൈദ്രു ഹാജിയുടെ അടുത്തെത്തി. പാണക്കാട് പൂക്കോയ തങ്ങൾ, മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ, ഉമർ അലി ശിഹാബ് തങ്ങൾ, ഹൈദർ അലി ശിഹാബ് തങ്ങൾ എന്നിവരുടെ ഖബറിടത്തിൽ പ്രാർത്ഥന നടത്തിയതിനു ശേഷം സാദിഖ് അലി ശിഹാബ് തങ്ങളുടെ വീട്ടിലെത്തി. അവിടെ നിന്നാണ് പത്രികാ സമർപ്പണത്തിനായി സിവിൽ സ്റ്റേഷനിലെത്തിയത്. മുസ്ലിം ലീഗ് മലപ്പുറം മണ്ഡലം പ്രസിഡന്റ് പാണക്കാട് റഷീദ് അലി ശിഹാബ് തങ്ങൾ, MLA മാരായ P. അബ്ദുൽ ഹമീദ് മാസ്റ്റർ, P. ഉബൈദുള്ള, മലപ്പുറം മണ്ഡലം UDF ചെയർമാൻ PC വേലായുധൻകുട്ടി, കൺവീനർ PS സലാം, അരിമ്പ്ര അബൂബക്കർ, നൌഷാദ് മണ്ണിശ്ശേരി, MK മുഹ്സിൻ, മുജീബ് കാടേരി തുടങ്ങിയവർ പത്രിക സമർപ്പിക്കാൻ കൂടെയുണ്ടായിരുന്നു. ആദ്യമായി മത്സരിച്ച സമയത്ത് അദ്ദേഹത്തിന് മലപ്പുറം നഗരസഭയിലേക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയ മേഡൻ അഹമ്മദ്, ഊരകം ഫാത്തിമ മാതാ ചർച്ചിലെ ഫാദർ സെബാസ്റ്റ്യൻ ചെമ്പുൻകണ്ടത്തിൽ, സ്വതന്ത്ര സമര സേനാനിയും മുൻ നഗരസഭാ കൌൺസിലറുമായ താമരക്കുഴിയിലെ പാറപ്പുറത്ത് സുകുമാരൻ നായരുടെ ഭാര്യ KP വിലാസിനി എന്നിവരാണ് പി.കെ. കുഞ്ഞാലിക്കുട്ടിക്ക് കെട്ടിവെക്കാനുള്ള തുക നൽകിയത്. ഈസ്റ്റ് ലൈവ്, മലപ്പുറം.